ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഫെബ്രുവരി 14-ന് ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട്. സ്പെഷ്യലാണ്. ഇപ്പോൾ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് 23ാമത്തെ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരു Q&A പരിപാടിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ആ ഒരു വീഡിയോ കൂടി അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിനായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫെബ്രുവരി 14-ന് ഒരൊറ്റ വീഡിയോ ആയിട്ട് അതിനൊക്കെ ഉള്ള മറുപടിയും എല്ലാം കൂടെ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കേട്ടാൽ അത് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊരു സ്നാക്കാണ്. ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ റമദാനൊക്കെ പറ്റിയ സ്നാക്കാണ്. അതേപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്യൂഷൻ ബോക്സ് എന്നാണ് ഞാനിതിന് പേരിട്ടത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഒരുപാട് ഇലകളൊക്കെ കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഫില്ലിംഗ് ആണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് 4 വലിയ ഉള്ളിയും 4 പച്ചമുളകും കൂടി ചോപ്പറിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ കൈകൊണ്ട് അരിയാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞ് വെക്കുക കേട്ടോ. 4 വലിയ ഉള്ളിയും 4 പച്ചമുളകും. പിന്നെ 1 കിലോ ചിക്കൻ ഞാൻ ഫുള്ളായിട്ട് പുഴുങ്ങിയിട്ട് ഉപ്പിട്ടിട്ട് വെറും ഉപ്പ് മാത്രമാണ് ഇട്ടത്. ഉപ്പ് മാത്രം ഇട്ടിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ട് ഞാൻ ചോപ്പറിൽ ഇതേപോലെ അരിഞ്ഞ് വെച്ചതാണ്, എല്ലൊക്കെ പോക്കിയിട്ട്. അപ്പോൾ 1 കിലോൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റം വരുത്തണേ. പിന്നെ വേണ്ടിയത് 4 തരം ഇലകളാണ് ഞാൻ പറഞ്ഞല്ലോ. ആ ഇലകൾ ഞാൻ ഓരോന്നും പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് മല്ലിയില എന്ന് പറഞ്ഞിട്ട് മല്ലിച്ചപ്പ്. നമ്മൾ മല്ലിച്ചപ്പ് സാധാരണ അതൊരു 3/4 കപ്പാണ് ഞാൻ എടുത്തത്. പിന്നെ നമ്മളെ പാസ്ലി ഇലയാണിത്. പാസ്ലി ഇല 1.5 കപ്പാണ് ഞാൻ അരിഞ്ഞ് വെച്ചത്. അപ്പോൾ ഇത് 1.5 കപ്പ് അരിഞ്ഞതിന് ശേഷമുള്ള അളവാണ് ഞാൻ എല്ലാത്തിൻ്റെയും പറയുന്നത്. പിന്നെ വേണ്ടിയത് ഇത് ഗാർലിക് ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ കിട്ടുന്ന ഒരു ലീഫാണ്. ഇത് നാട്ടിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ 1.5 കപ്പാണ് ഞാൻ എടുത്തത്. ഇതിനെ സമൂസ ലീവ്സ് എന്നും പറയും കേട്ടോ. പിന്നെ ദിൽ ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കാറ്റാടി മരത്തിൻ്റെ ഇലകളൊക്കെ പോലുള്ളൊരു ഇലയാണ്. ഇതും 1.5 കപ്പും. അപ്പോൾ ഈ 4 തരം ഇലകൾ ഇതിന് നിർബന്ധമാണ്. ഇത് 4 വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉള്ളി വാട്ടാൻ വേണ്ടി വെക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ കൂടി പോകാൻ പാടില്ല, കാരണം ഇത് ഫില്ലിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഓയിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ കറിക്കൊന്നും ചെയ്യണ പോലെ വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കേണ്ടിയില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉള്ളിക്ക് വേണ്ടി ഉപ്പിട്ടാൽ മതി. പിന്നെ ചിക്കൻ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അത് വഴറ്റിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പാകം കാണിച്ചു തരാം. ഒരു 2-3 മിനിറ്റ് നേരം വഴറ്റിയാൽ മതി. ഇതാ ഈ ഒരു പാകത്തിലായാൽ മതി കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. അധികം വെന്ത് കുഴയാൻ നിൽക്കണ്ട, ഈ ഒരു പാകത്തിൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്നും കൂടി പോകരുത്, അപ്പോൾ ചുവക്കും. അപ്പോൾ കുറച്ചിട്ടാൽ മതി. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അതിൻ്റെ ഒരു പച്ചച്ചോയ മാറണ വരെ ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ ചിക്കനാണ് കേട്ടോ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ 1 കിലോ ചിക്കനാണിത്. എല്ലില്ലാണ്ട് മാറ്റി വെച്ചിട്ടുള്ള അരിഞ്ഞ് വെച്ച ചിക്കൻ. അത് ഞാൻ ചോപ്പറിൽ ഇട്ടിട്ട് തന്നെ അതാക്കിയാൽ മതി, മിക്സിയിലിട്ടാലും മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു ചിക്കനും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കാരണം ഈ ചിക്കനിൽ കട്ട കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കട്ടയൊക്കെ ഉടച്ചു കൊടുത്തിട്ട് ഉള്ളിയായിട്ട് നല്ലോണം യോജിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇറച്ചി ഇങ്ങനെ കട്ടായിട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു പാകത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ എന്ന് പറയുന്നത് 2 പൊടികളേ ഉള്ളൂ. 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇത് രണ്ടും മാത്രമേ ഇതിൽ പൊടികളായിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിലാക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഇലകൾ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ ഗാർലിക് ലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഗാർലിക് ലീവ്സ് നല്ലോണം വേവാണെങ്കിൽ 1 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇതങ്ങ് വെന്ത് കുഴയും. അപ്പോൾ ആ ഒരു രീതിക്ക്. അപ്പോൾ ഈ ഒരു ലീഫ് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിന് പകരം നമുക്ക് സ്പ്രിംഗ് ഒനിയൻ എടുക്കാം കേട്ടോ. അതും ഏകദേശം ഇതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. സ്പ്രിംഗ് ഒനിയൻ ആയാലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ആ ഒരു ഇല അങ്ങ് കുഴയാൻ കൊടുക്കും കണ്ടോ. അപ്പോൾ അതൊന്ന് കുഴഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ 1 മിനിറ്റ് മതി. ഇപ്പോൾ ഇത് റെഡിയാണ്. ഇനി നമുക്ക് തീൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള 3 ഇലകൾ ചേർക്കേണ്ടത്. ഇതിപ്പം പാസ്ലിയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മല്ലിയില ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മളെ ദിൽ ലീവ്സും അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് 3ഉം ചേർക്കുന്ന സമയത്ത് നിങ്ങൾ തീ കത്തിക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. തീ ഇല്ലാണ്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ തീ കത്തിച്ചിട്ട് ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ അങ്ങ് പോകും. അപ്പോൾ ഈ ഒരു 3 ഇലൻ്റെയും നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ ഒരു മസാലയിൽ കിട്ടണമെങ്കിൽ തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ആ ഒരു ചെറിയ ചൂടിൽ തന്നെ ഇതൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അത്ര തന്നെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ല, ആ ഇലയൊക്കെ അതിൻ്റെ കൂടെ നന്നായിട്ടൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇതിൻ്റെ മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പൊടി വയ്ക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിലേക്ക് മൈദയാണ് എടുക്കണം. ഇതൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ 4 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തത്, മൈദ കേട്ടോ. 4 കപ്പ് മൈദക്കുള്ള അളവാണ് പറയുന്നത്. 1 കിലോ മസാല ഉണ്ടാക്കിയതുകൊണ്ടാണ് 4 കപ്പ് മൈദ എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത്രയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടെടുക്കുക. ഈസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്തത്. ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഇട്ടത്. ഏത് ഓയിലായാലും പ്രശ്നമില്ല, വെളിച്ചെണ്ണ ചേർക്കരുതെന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ഹാർഡായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. നല്ല മയ ഉണ്ടാവണം, എന്നാൽ നല്ല ഹാർഡായിരിക്കണം. ഒരു തുള്ളി വെള്ളം പോലും കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. അത്രയും നല്ല ഹാർഡായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ലൂസായി പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എണ്ണയിലിടുന്ന സമയത്ത് എണ്ണ കുടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കട്ടോ. നല്ല സോഫ്റ്റാണ്, എന്നാൽ നല്ല ഹാർഡുമാണ്. തീരെ വെള്ളം ഇതിൽ കുറവാണ് കേട്ടോ. അപ്പോൾ നല്ല ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് അത് പൊങ്ങാനായിട്ട് വെക്കരുത്. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കണ്ട. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പൊടിയാണത്. ഇതിപ്പോൾ കണ്ടോ, പൊങ്ങിയിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് ഓരോ ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പരത്താനുള്ള രീതിക്കനുസരിച്ച് ഉരുളെടുത്താൽ മതി. ഉരുളക്ക് അങ്ങനെ കണക്കൊന്നുമില്ല, ഇത്ര സൈസ് വേണമെന്നൊന്നുള്ളത്. ഇത് സ്ക്വയറായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും പരത്താൻ പറ്റുന്ന രീതിയിലുള്ള ഉരുളൻ്റെ വലിപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. മാക്സിമം നൈസായിട്ട് തന്നെ പരത്തുക, ഭയങ്കര നൈസാക്കണ്ട, എന്നാലും നൈസായിരിക്കണം. അപ്പോൾ അത് ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തത്. ഈ ഒരു കട്ടിക്ക് സാധാരണ നമ്മൾ സമൂസക്കൊക്കെ പരത്തുന്ന അതേ കട്ടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മളൊരു കട്ടറോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ ഒന്ന് നമ്മൾ സ്ക്വയറാക്കി മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അത് ബാക്കി വരുന്ന നമുക്ക് മറ്റേ മാവിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. എന്നിട്ടിത് ഒന്ന് ലെവൽ ചെയ്തിട്ട് എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ വരുന്ന സ്ക്വയറാക്കിയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കിയതുകൊണ്ടാണ് ഞാൻ ഇതിന് ഫ്യൂഷൻ ബോക്സ് എന്ന് പേരിട്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാവിന് ബാക്കി മാവിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ അത് ഞാനിപ്പോൾ എല്ലാം സ്ക്വയറാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഫില്ലിങ്ങാണിത്. ഞാൻ ബോക്സിലേക്ക് മാറ്റിയതാണ് കേട്ടോ, ചൂടാറിയതിൻ്റെ ശേഷം. അപ്പോൾ അതിൽ നിന്ന് ഇനി കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക, ഫില്ലിംഗ് ആയിട്ട്. ഇങ്ങനെ ഓരോ ബോക്സ് എടുത്തിട്ട് ഇതിൻ്റെ നടുവിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് അത്യാവശ്യം വെക്കണം, കാരണം ഇത് പൊരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പൊങ്ങി വരും. അതുകൊണ്ടാണ് ബോക്സ് എന്നും പറയുന്നത്. അപ്പോൾ പൊന്തി വരുന്ന സമയത്ത് ഇതിൽ മസാല കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 ഭാഗം ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലോണം ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് പോന്നു പോകും. ഇനി അടുത്തൊരു ബോക്സ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് ലെവൽ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് ഒട്ടിക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇത് ഡ്രൈ ആയിട്ട് ചിലപ്പം അങ്ങ് തുറന്നു പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒട്ടിച്ചത്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടർ വെച്ചിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ഒരു വൃത്തിയോട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് നല്ല കാണാൻ നല്ല വൃത്തിയുള്ള ഒരു ബോക്സ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ അത് കണ്ട നല്ല ബോക്സായി, നല്ല ക്ലീനാണ്, നല്ല നീറ്റ് ഉണ്ട് അല്ലേ കാണാൻ. അപ്പോൾ ഈ ഒരു കോലത്തിൽ നമുക്കിപ്പോൾ മൊത്തം ഇങ്ങനെ ഒന്ന് ബോക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ച കുറച്ച് ബോക്സ് ഇങ്ങനെ ആക്കിയെടുത്തതാണിത്. ഇനിയിപ്പോൾ അതിന് കോട്ടിങ് വേണം. ആ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട കലക്കിയിട്ട് വേണമെങ്കിൽ അതും ഇട്ടുക കേട്ടോ, അതും പ്രശ്നമില്ല. അതും രണ്ടും സെയിം തന്നെയാണ്. ഞാനിപ്പോൾ കോൺഫ്ലോറാണ് ഇതിൽ മുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു കട്ടിയിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കുക. കുറച്ച് ലൂസായിട്ടാണ് വേണ്ടിയത്. ഇനിയിപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെക്കുക ഒരു പാത്രത്തിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ബ്രെഡ് ക്രംസാണ്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് കിട്ടുന്നതാണ് കയ്യിലുള്ളതെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഏതെടുത്താലും മതി. എന്നിട്ട് ഓരോന്നും വീലിട്ട് കൊടുത്തതിന് ശേഷം, കോൺഫ്ലോർ ആയതുകൊണ്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു പൊടി അടിയിലേക്ക് ഇങ്ങനെ ഊറി നിൽക്കും. എന്നിട്ട് ഓരോന്നും മുക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് ആ ഒരു ബ്രെഡ് ക്രംസിൽ ഒന്ന് നല്ലോണം കോട്ട് ചെയ്തെടുക്കുക. ഈസിയാണ്, നല്ല സിമ്പിളാണ്. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ അത്യുഗ്രം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, അടിപൊളിയാണ്. ഒരു പ്രത്യേക ഫില്ലിങ്ങും നല്ലൊരു ടേസ്റ്റിയാണ്. ഇത് ശരിക്കും ഈ ഒരു ഫില്ലിങ് അറബിക് സ്റ്റൈലിലുള്ളൊരു ഫില്ലിങ്ങാണ്. ഇവിടുത്തെ സമൂസൻ്റെ ഫില്ലിങ്ങാണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത്, അറബിക് സമൂസ. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ നിന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു രീതിയിൽ ഇങ്ങനെ തന്നെ ഈ ട്രയോടൊക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് ഐസായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓരോന്നും എടുത്തിട്ട് കുറച്ച് ഒരു കവറിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ എത്ര വേണമെങ്കിലും സൂക്ഷിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓരോ ബോക്സായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം തീയിൽ പൊരിച്ചെടുത്താൽ മതി. പിന്നെ അത് നല്ലോണം പൊങ്ങി ബോൾ പോലെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ കൂട്ടി വെക്കണ്ട.
അപ്പോൾ അത് കണ്ടില്ല, അതിങ്ങനെ ചെറുതായിട്ട് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങണത്. പിന്നെ ഈ ഒരു പൊന്തി വന്നത് അതിങ്ങ് താവൊന്നുമില്ല കേട്ടോ. ഒരുപാട് നേരം വരെ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു പൊന്തിയിട്ട് തന്നെയാണ് ഉണ്ടാവുക. സാധാരണ നമ്മൾ നോമ്പിന് ഉണ്ടാക്കുന്ന വേറൊരു സ്നാക്ക് പോലല്ല. വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിക്കുമ്പോൾ നല്ല വീർത്ത് വരും. പക്ഷെ അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അതങ്ങ് താന്നു പോകും. അപ്പോൾ അങ്ങനെ ഇതാവില്ല കേട്ടോ. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് വിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്യൂഷൻ ബോക്സ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ചിക്കൻ്റെ അല്ലെങ്കിൽ ബീഫിൻ്റെ ഒന്നും മസാല അല്ലത്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അധികം എരിവോ അല്ലെങ്കിൽ സ്പൈസസോ ഒന്നുമില്ല, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഫ്യൂഷൻ ബോക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, നല്ലോണം ചൂടാറിയതിന് ശേഷമുള്ളതാണിത്. ഇപ്പോൾ കണ്ടോ, ഇത് ഈ ഒരു പൊന്തിയത് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് കാണുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഫോട്ടോന് വേണ്ടിയിട്ട് മാറ്റിയതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഉള്ളിൽ ഫില്ലിങ് വെക്കുന്ന സമയത്ത് മാക്സിമം നല്ലോണം ഉള്ളിൽ വെക്കാൻ നോക്കുക. കാരണം അത് പൊന്തി വരുന്നതുകൊണ്ട് ഉള്ളിലധികം ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അതുപോലെ നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.